ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പൊതുവെ പുരുഷന്മാർക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്ത്രീകളിൽ കാണുന്ന ഈ ബിഹേവിയർ പുരുഷന്മാർ പൊതുവെ ഇഷ്ടപ്പെടുന്നില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രോപ്പർ ഗൈഡൻസ് നൽകുന്നതാണ്. എനിവേസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തിങ്, എന്ത് കാര്യമുണ്ടായാലും, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. എനിവേസ്, എന്താണെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ആ രണ്ട് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ സുഹൃത്തുക്കളോട് പോയി പറയുന്നു, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഓവർ ഷെയറിങ് പൊതുവെ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ ഓവർ ഷെയറിംഗ് ആണ് പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിനെ തകർച്ചയിലേക്ക്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പിലേക്കൊക്കെ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ ഷെയർ ചെയ്യുന്നത് പൊതുവെ പുരുഷന്മാർ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു കാര്യത്തിന് വഴക്ക് കൂടേണ്ടി വന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അതിൽ വിജയം കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രം പഴയ കാര്യങ്ങൾ എടുത്തിടുന്നു. അന്ന് അങ്ങനെയായിരുന്നില്ലേ, അല്ലെങ്കിൽ അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ അങ്ങനെയായിരുന്നല്ലോ, പണ്ട് നീ അങ്ങനെയായിരുന്നല്ലോ. ഇത്തരത്തിൽ പഴയ എന്തെങ്കിലും ഒരു മാറ്റർ എടുത്തുകൊണ്ട് ആ ഒരു പ്രസന്റിൽ നടക്കുന്ന ആ ഒരു കാര്യം വിൻ ചെയ്യണം. അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പഴയ കാര്യം അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പാസ്റ്റ് അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പാസ്റ്റിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ കാര്യങ്ങൾ വലിച്ചഴയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതും പുരുഷന്മാർക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഒരു പക്ഷെ ആ ഒരു പാസ്റ്റ് നടന്ന ആ ഒരു കാര്യം അവർ പറഞ്ഞു തീർത്തായിരിക്കാം, അല്ലെങ്കിൽ സംസാരിച്ച് അവസാനിപ്പിച്ച ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ഫോർഗീവ് ചെയ്തതായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളായിരിക്കാം അതിന് പുറകിലുണ്ടാകുന്നത്. പക്ഷെ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എടുത്തിട്ടുകൊണ്ട് പ്രസന്റിലുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്നു. ആ ഒരു ആർഗ്യുമെന്റിൽ വിജയം കണ്ടെത്താൻ വേണ്ടി മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിടുന്നത് പൊതുവെ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നില്ല. നെക്സ്റ്റ്, എല്ലായ്പ്പോഴും അവരുടെ കൂടെ ഒപ്പം നടക്കുന്ന ഒരവസ്ഥ. ഒരു കാര്യവും അവരെ ഒറ്റയ്ക്ക് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ എല്ലാ കാര്യത്തിനും അവരുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ആ ഒരു പേഴ്സണൽ സ്പേസ് അലോ ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പേഴ്സണൽ സ്പേസ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ അവരുടെ കൂടെ എപ്പോഴും നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതും പൊതുവെ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം പർച്ചേസിന് പോകുന്ന സമയത്ത്, ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത്, വീട്ടിൽ ഫുൾ ടൈം ഇരിക്കുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു, ഇത്തരത്തിൽ ഫുൾ ടൈം നിങ്ങൾ അവരുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അവർക്ക് ആ ഒരു പേഴ്സണൽ സ്പേസ് തീരെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പൊതുവെ അതും അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓവർ ആക്ടിങ് ചെയ്യുന്നത് പൊതുവെ പുരുഷന്മാർ താല്പര്യപ്പെടുന്നില്ല. ചിലപ്പോൾ നമുക്ക് വളരെയധികം പോട്ടെ എന്ന് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഫോർഗീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റർ ആയിരിക്കും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു കാട്ടി ഓവർ ആക്ടിങ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനെ വളരെ വേഴ്സ് ആക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവവും പൊതുവെ പുരുഷന്മാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ഉടനെ തന്നെ പഴയ കാമുകനെ കുറിച്ച് കമ്പാരിസൺ നടത്തുന്ന ഒരു സ്വഭാവം. അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് തർക്കത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ആർഗ്യുമെന്റ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു പ്രസന്റ് മൊമെന്റിൽ അവരെ എങ്ങനെയെങ്കിലും വെട്ടിച്ച് ആ ഒരു ഒന്നാം സ്ഥാനം നേടണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ കമ്പാരിസൺ തുടങ്ങും. നീ എന്നോട് ഇങ്ങനെ പെരുമാറി, അവനായിരുന്നെങ്കിൽ എന്നോട് അങ്ങനെ പെരുമാറില്ലായിരുന്നു, അല്ലെങ്കിൽ അവൻ നിന്നേക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ അവൻ ഇങ്ങനെ ആയിരിക്കും. ഇത്തരത്തിൽ പ്രസന്റിലുള്ള ഒരു സിറ്റുവേഷനെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പഴയ കാമുകനുമായിട്ട് അല്ലെങ്കിൽ എക്സുമായിട്ടൊക്കെ കമ്പാരിസൺ നടത്തുന്നുണ്ടെങ്കിൽ അത് പൊതുവെ പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. ഫൈനലി, അവരുടെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധ നൽകാതെയുള്ള ആറ്റിറ്റ്യൂഡ്. അതായത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ചില സമയങ്ങളിൽ അവരെന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ജോബ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ അവരുടെ ലൈഫിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് അറിഞ്ഞിട്ടും അതിലേക്ക് തീരെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതിരിക്കുക, ഇത്തരത്തിൽ അവരുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലേക്ക് തീരെ ശ്രദ്ധ കൊടുക്കാത്ത രീതിയിലാണ് നിങ്ങളുടെ പെരുമാറ്റം എന്നുണ്ടെങ്കിൽ അതും പൊതുവെ പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. കാരണം അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ പ്രയോറിറ്റൈസ് നൽകുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കണം, മനസ്സിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം.
സോ ഇത്തരത്തിൽ നോ കെയർ ആണ് അല്ലെങ്കിൽ കെയർലെസ് ആയിട്ടാണ് നിങ്ങൾ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ പൊതുവെ ഇതും അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ പൊതുവെ പുരുഷന്മാർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇനിയും ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്